പക്ഷേ നമ്മളെ വിളവെടുപ്പാണ്. ബാക്കിയുള്ളവരെല്ലാരും ലഹരിയും അതും ഇതൊക്കെ പോകുമ്പോ നമ്മളെ ലഹരി ഇതാണ്. മറ്റവരൊക്കെ ലഹരി അടിച്ചാണ്ടിതാ ഉമ്മാനി പാപ്പാനി കൊല്ല. നമ്മളെ ലഹരി ഇതാണ് നമ്മളെ ലഹരി. പച്ചക്കറി കൃഷി ഫുട്ബോള് അങ്ങനെയുള്ളതാണ് നമ്മളെ ലഹരി. നമ്മ ഇന്ന് ചെറങ്ങാണ് വിളവെടുക്കണ്ട്, ബാക്കിയുള്ളൊക്കെ നമുക്ക് വിളവെടുക്കാൻ പറ്റും. നമ്മളെ കേരളത്തിലാണ് ഇപ്പൊ MDMഉം അതുപോലെ പല മയക്കുമരുന്ന് അടിച്ചാണ്ട് ഉമ്മാനി പാപ്പാനി എല്ലാരും കൂട്ടുകുടുംബങ്ങൾ എല്ലാരും കൊല്ലാനുണ്ട്. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മളെ ലഹരി ഇതാണ് പച്ചക്കറി. ഇതാണ് ബിൻഷാ എന്ന് പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോ നിങ്ങളൊക്കെ കണ്ടല്ലോ. 50 ലക്ഷം ആൾക്കാരാണ് എല്ലാ പ്ലാറ്റ്ഫോമിലും ബിൻഷാന്റെ വീഡിയോ കണ്ടത്. പക്ഷേ ഇന്ന് ഇവന്റെ ഒരു അത്ഭുതം എന്താ പറയാ അലി, എന്താ പറയാ, ഒരു ഭാഗത്ത് പശുക്കളുടെ സംഗതികള് വളർത്തുന്നു. ഇപ്പതാ കൃഷി. ഞാൻ ചോദിക്കണം തരോ, കൃഷി എന്തൊക്കെ കൃഷി ഉണ്ട്? കൃഷി ചെരങ്ങുണ്ട്, നമ്മളെ പയറുണ്ട്, പയർ രണ്ടായിട്ടുണ്ട്, വെണ്ട രണ്ടായിട്ടുണ്ട്, പിന്നെ ചീര, മധുരക്കിഴങ്ങ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ചോളം അവിടെ വീട്ടിലാണ്. ഇതിനൊക്കെ എങ്ങനെ സമയം കിട്ടാ? സമയം നമ്മളിങ്ങനെ എല്ലാ ടൈമും ഒപ്പിക്കൂലേ? ഇതിനായിട്ട് ഇങ്ങനെ മാറ്റി വെക്കാം നമ്മള് ടൈം. ആണല്ലേ? ഇതില് ഒരു സന്തോഷം അറിയോ? പിന്നെ കഴിഞ്ഞ വീഡിയോന്റെ ഒരുപാട് പ്രമുഖര് സ്റ്റോറി സ്റ്റാറ്റസ് ആരൊക്കെ കണ്ടി, ആരൊക്കെ വെച്ചോ? അനു സിത്താരൊക്കെ സ്റ്റോറി ഒരുപാട് പ്രമുഖർ വെച്ചിട്ടുണ്ട്. എന്താ സുഹൃത്തുക്കളെ, ഇവന്റെ കൃഷി നിങ്ങൾ മിസ് ചെയ്യരുത്. ഇത് സൽകീർത്തി പറഞ്ഞ വെണ്ടയാണ്. ഇത് കാർഷിക സർവകലാശാലന്റെ വിത്താണ് ഈ സൽകീർത്തി പറഞ്ഞ. ഇതിന് കളർ ഉണ്ടോ? വെള്ള കളറായി കണ്ടിലാണ് ഈ വെണ്ട. പക്ഷെ മറ്റേ വെണ്ടനെ മാറിയില്ല, മറ്റേ ഒരു പച്ച കളറാണ്. ഇതൊരു വെള്ള കളർ പോലുള്ള കളറാണ്. ആണല്ലേ? മാർക്കറ്റിംഗ് എങ്ങനെയാ പറഞ്ഞത്? പച്ചക്കറി പശുവിന്റെ കഴിഞ്ഞ വർഷം പറഞ്ഞു പാലും പാലുൽപ്പന്നോ. ഇതെങ്ങനെയാ? ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾ പാൽ കൊടുക്കുന്ന എല്ലാവരും ഗ്രൂപ്പ് ഉണ്ട്, ഫ്രഷ് മിൽക്കുന്ന പേര്. അതിൽ ഞങ്ങൾ എന്താട്ടും ഇതൊക്കെ ഫോട്ടോ എടുത്ത് ഇതിനൊക്കെ കുറിച്ചുള്ള എല്ലാം പറഞ്ഞിട്ട് അവിടും. എന്നിട്ട് പച്ചക്കറി ആവശ്യമുള്ളവര് പറയാൻ വരും. അപ്പൊ അവരിങ്ങനെ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്തായാലും പാൽ കൊടുക്കാൻ പോകുമ്പോ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കും ചെയ്യും. പക്ക കറക്റ്റ്. നീ വന്നതിന് ശേഷം മാർക്കറ്റിംഗ് ഉഷാറായത് ആണല്ലേ? പക്ക മാർക്കറ്റിംഗ് നീ വന്നതിന് ശേഷം. ഞാൻ വന്നതിന് ശേഷം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. കൃഷിനെ പറ്റി കുട്ടികൾക്ക് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? ഇതിനെ കുറിച്ച് എങ്ങനെ കൃഷി ചെയ്യണം? നിങ്ങളെ ടെക്നിക്ക് എന്താ, സീക്രട്ട് എന്താണ് വിളവിന്റെ? ആദ്യം ഞങ്ങൾ മണ്ണ് ഒരുക്കും. അതിന് ശേഷം കുമ്മായം ഇടും. അത് 10-15 ദിവസം, ചുരുങ്ങിയത് ഒരു 10 ദിവസമെങ്കിലും വെക്കണം. അതിനുശേഷം ഞങ്ങൾ അടിവളം കൊടുക്കും. അടിവളം കൊടുത്ത് ഒരു തുണിയിൽ വിത്തൊക്കെ നനച്ചിട്ട് കെട്ടിവെക്കും. ആ 3 ദിവസം കൊണ്ട് മുളക്കും ചെയ്യും. മുള വരും ചെറിയ. എന്നിട്ട് ഞങ്ങൾ കുഴിച്ചിടും. എന്നിട്ട് കുറച്ചൊക്കെ വലുതായതിന് എന്നും രാവിലെ വൈകുന്നേരം വെള്ളം ഒഴിക്കണം. പിന്നെ കുറച്ച് വലുതായതിനു ശേഷം ചാണകപ്പൊടി അങ്ങനെ കോഴി കാഷ്ടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് ഫുള്ള് വളർത്തിയെടുക്കുക. പിന്നെ ഒരു മാസം 15 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മളെ ചെരങ്ങൊക്കെ വിളവെടുക്കാനും ടൈം ആവും. എന്ത് കൃഷി നഷ്ടാണെന്ന് ചിലവര് പറയാറുണ്ട്. ഇല്ല, ഞാൻ അറിഞ്ഞ് കൃഷി ചെയ്താൽ തരാം, നമുക്ക് ഒരു നഷ്ടമില്ല, ലാഭമാണ്. നമുക്ക് അറിഞ്ഞ് കൃഷി ചെയ്യണം. ഇതിനെ കുറിച്ച് നമ്മൾ ഫുള്ള് അറിവുണ്ടായാലും നമുക്ക് എന്താ ലാഭം കിട്ടും, ഒരു നഷ്ടം നമുക്ക് ഉണ്ടാവില്ല. നമ്മള് കാലും ഇതൊന്നും ചളിയാവാതെ കൃഷി നടത്താനൊന്നും നടക്കൂല. എല്ലാവരും വേണം.